നമ്മളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ള ഈ ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു 3-4 പേരെങ്കിലും നമ്മളുടെ ഗോളുകൾ എന്താണെന്നും അത് അച്ചീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതും അതനുസരിച്ച് എന്നിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഇപ്പോൾ ചില ഉദാഹരണത്തിന് എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തണമെന്നുണ്ടാവും, കാരണം മറ്റൊരു ലാംഗ്വേജ് കൂടെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു സ്കില്ല് വളർത്തണമെന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഏണിംഗ് എബിലിറ്റി വളർത്തണമെന്നുണ്ടാവും. ഇങ്ങനെ ഓരോ പല കാര്യങ്ങൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ലെവലിൽ നിന്ന് ഒരു വളർച്ച സാധ്യമാവുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള ഈ മീൻസ് എന്തൊക്കെ ചേഞ്ചസ് ആണ് കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് 2-3 പേര് ഡിസ്കസ് ചെയ്യേണ്ടത്. 3-4 പേരൊക്കെ ഡിസ്കസ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഉദ്ദേശം. വെറുതെ ക്ലാസ് എടുത്ത് സമയം കളയുക എന്നുള്ളതല്ല. അപ്പോൾ തുടങ്ങാം. ആദ്യം ശാരിക മേൻ തന്നെ തുടങ്ങുക. കാരണം ഈ വീണ്ടും പറയുന്നു, നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ ആദ്യം മാറ്റാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അതിന് ട്രേഡിംഗ് ക്ലാസ് നല്ലോണം അറ്റൻഡ് ചെയ്ത് അത് നല്ലൊരു ട്രേഡർ ആണെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മിഡ് ടൈം 3 വർഷത്തിനുള്ളിൽ ഒരു ഫോർ വീലർ വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ട്. പിന്നെ മക്കളുടെ ഭാവിയെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് അതിനുള്ള ഒരു ഇതിനോടും താല്പര്യമുണ്ട്. പിന്നെ അതിനുള്ള ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സാറിന്റെ ക്ലാസ് നല്ല ഇതാണ്. അല്ല, ഈ ഗോളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രയത്നങ്ങളാണ് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, അതിൽ ആ പ്രയത്നങ്ങൾ നമുക്ക് തൃപ്തി തരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പ്രയത്നത്തിൻ്റെ ബേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഈ ചേഞ്ചസിന് മാറ്റം ഞാൻ പൊതുവേ നേരത്തെ എണീക്കുന്ന ഒരാളൊക്കെയാണ്. ഇപ്പൊ ഈ ക്ലാസ്സിന് വേണ്ടി അതിന് 4 മണിയാകുമ്പോഴേക്കും എണീച്ച് എല്ലാം സെറ്റാക്കി വെക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഒരുപാട് സമയം ട്രേഡിങ്ങിൽ ചെലവഴിക്കാൻ സമയം കിട്ടുന്നുണ്ട്. ഇപ്പോ നേരത്തെ അതിനും അങ്ങനെ സമയം ഇല്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനി വേറെ ആരാണ്? ഇനി ഞാൻ പേരൊന്നും വിളിക്കുന്നില്ല, കാരണം കുറേ പേര് ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഇനി കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2-3 പേരും കൂടെ നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, ഈ ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ റിസൾട്ടുകൾ, അതുപോലെ തന്നെ നമുക്ക് സംതൃപ്തി തരുന്ന റിസൾട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് ഇല്ലാതെ വരുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കഷനിലേക്ക് വരണം. കാരണം വീണ്ടും പറയുന്നു, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് അല്ല വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം തന്നെ നിർബന്ധപൂർവ്വം ആവശ്യമുള്ളവർക്കുള്ള മാറ്റങ്ങൾ വരുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. വെറുതെ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് ക്ലാസ് ആയിട്ട് പോകുന്നതിൽ മാത്രമൊന്നുമില്ല. ഒരു കേൾവിക്കാരനാവാതെ ആ കേൾവിയിലൂടെ കിട്ടിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളതും ഈ ക്ലാസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇനി പേര് വിളിക്കാൻ ഇടവരുത്താതെ, ഒന്നാമത്തെ കണ്ടീഷൻ, ഇതുവരെ സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിച്ചിട്ട് വരിക. രണ്ടാമത്തത്, ഇനി അങ്ങനെ ആളുകൾക്ക് വീണ്ടും മടിയുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ പറയാം, അടുത്തൊരു ക്ലാസ്സിൽ പറയാം. കാരണം എപ്പോഴും അത് തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ആരും തയ്യാറായിട്ടില്ലെങ്കിൽ, നിലവിൽ സംസാരിച്ചിട്ടുള്ളവരാണെങ്കിലും ശരി, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അത്തരം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കഷനിലേക്ക് വരിക. മോർണിംഗ് മാം, കുറെ നാളായിട്ട് വിളിച്ചിരിക്കുന്നു. എന്നൊരു 2 വർഷം മുമ്പാണ് SMT അക്കാദമിയിൽ സാറിന്റെ ക്ലാസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ഈ യൂട്യൂബ് ചാനലിലും തോമസ് സാറിന്റെ ക്ലാസ്സും ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സാറിന്റെ ഈ ക്ലാസ്സിനെ പറ്റി അറിഞ്ഞതും ജോയിൻ ചെയ്തതും. അപ്പോൾ ഞാനിപ്പോ ട്രെയിനിങ് കൂടുതൽ പഠിക്കാൻ തീരുമാനിച്ചു. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ അത് ചെയ്യാൻ തുടങ്ങി. കാരണം അത് ചെയ്യുമെങ്കിലും ഒരു ഇടയ്ക്കൊരു ഇടവേളകളൊക്കെ വന്ന് അങ്ങനെ മാറ്റിയെടുക്കേണ്ടി വന്നു. ഇപ്പൊ പൂർണ്ണമായിട്ടും ജോലി വിട്ടിട്ട് ട്രെയിനിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഇമ്പ്രൂവ്മെന്റ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് അതിന് പറ്റിയ ബുക്സ് ഒക്കെ ഞാനിപ്പോ വരുത്തി. അതുപോലെ എന്താ പറഞ്ഞ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്ത്
അതിനുവേണ്ടി തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മാറ്റം ലൈഫിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതായത് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് എഫേർട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും അതിലുള്ള ചേഞ്ചസ് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞോ? അതോടൊപ്പം തന്നെ ആ ഗോളുകൾക്ക് കഴിഞ്ഞു. ഓക്കെ, അതിലേക്കുള്ള റൂട്ട് മാപ്പും ക്ലിയർ ആയി കഴിഞ്ഞോ? യാത്ര തുടങ്ങി എന്നും വിശ്വസിക്കുന്നു. സെൽഫ് അനാലിസിസ് നടത്തിയായിരുന്നോ? സെൽഫ് അനാലിസിസ് നടത്തിയിട്ടില്ല. അതിനൊരു ദിവസം തീർച്ചയായിട്ടും മാറ്റി വയ്ക്കുക, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ കേട്ടോ. കാരണം അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ കാരണം ഫാമിലി മറ്റു കാര്യങ്ങൾ കൊണ്ടുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്നില്ല. പക്ഷേ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ചുരുങ്ങിയ ചെറിയ ചെറിയ ടൈം ഫ്രെയിമുകളായിട്ട് തിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും 1 മണിക്കൂർ സമയം കിട്ടുമ്പോൾ ആ 1 മണിക്കൂർ നമ്മൾ റിവൈൻഡ് ചെയ്തിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കില്ലുകൾ കണ്ടെത്താനും അതുപോലെ തന്നെ നമ്മൾ എവിടേക്കായിരുന്നു വീക്ക്, അതായത് ചില ഏരിയകൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാവും എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ചില ഏരിയകൾ നമുക്ക് തീർത്തും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ സ്കില്ലുകൾ കണ്ടെത്താനും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ ഒരു മണിക്കൂർ ചിലവഴിക്കുക. അതിനുശേഷം അടുത്ത 1 മണിക്കൂർ ഒരു പക്ഷേ നമ്മൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. ഇങ്ങനെ സെൽഫ് അനാലിസിസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ബാക്കിയുള്ളവരോട് ഞാൻ പറയില്ല, അവധി എടുത്തിട്ടാണെങ്കിലും ചെയ്യാൻ തന്നെ പറയുള്ളൂ. പക്ഷേ വീട്ടമ്മമാർക്ക് ചില ലിമിറ്റേഷൻസ് എപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചെറിയ ചെറിയ ടൈം ഫ്രെയിമുകൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ടൈം ഫ്രെയിമുകളായിട്ട് ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് ആ ടൈം മാക്സിമം സെൽഫ് അനാലിസിസിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, പരമാവധി വേഗത്തിൽ തന്നെ. കാരണം നമുക്ക് കളയാൻ അധിക സമയം ഇല്ല നമ്മുടെ മുമ്പിൽ എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. യെസ് മാം. അപ്പോൾ ഇത്രയും കാലത്തെ ആ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പ്രത്യേകിച്ച് പബ്ലിക് ആണെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ സംസാരിക്കാനൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് വന്നു, വളരെ സന്തോഷം.